എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഒരു ചിക്കൻ റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതുമായ ചിക്കൻ ചുക്കയാണ്. അതിനായി 1 കിലോഗ്രാം ചിക്കൻ നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങാ നീരും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി വെക്കണം. നാരങ്ങാനീര് ചേർത്ത് വെച്ചാൽ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇതിൽ ചേർക്കാനായി 5 സവാള, 3 തക്കാളി, 3 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി എന്നിവ എടുത്തിട്ടുണ്ട്. ചിക്കൻ ചുക്ക തയ്യാറാക്കുന്നതിനായി സവാള കനം കുറഞ്ഞ് നീളത്തിൽ വേണം അരിഞ്ഞെടുക്കേണ്ടത്. തക്കാളിയും ചെറുതാക്കി സ്ക്വയർ ഷേപ്പിൽ അരിഞ്ഞെടുക്കാം. ഒരു പാൻ വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് സവാളയെല്ലാം നല്ല ബ്രൗൺ കളറാകുന്നവരെ വറുത്തെടുക്കണം. കുറച്ച് ഉപ്പ് കൂടി ചേർത്താൽ പെട്ടെന്ന് നമുക്ക് സവാള വറുത്തെടുക്കാം. രണ്ട് മൂന്ന് തവണയായിട്ടാണ് ഈ സവാള മുഴുവൻ വറുത്തെടുത്തേക്കുന്നത്. അതേ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ചിക്കൻ ചുക്ക തയ്യാറാക്കുന്നത്. അതിനായി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ജീരകം കുരുമുളക് വറുത്ത് പൊടിച്ചതും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും തക്കാളിയും കുറച്ച് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കണം. തക്കാളി വാടി വന്നതിന് ശേഷം അതിലേക്ക് ചിക്കൻ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തിളയ്ക്കുന്നത് വരെ വേവിക്കണം. അടച്ചു വെച്ച് വേവിക്കണം. ഇതിൽ വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. തക്കാളിയുടെയും ചിക്കനിൽ നിന്ന് വരുന്ന വെള്ളം തന്നെ മതിയാവും ചിക്കൻ വേവാൻ. തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലാക്കി 15 മിനിറ്റ് വരെ വേവിച്ചെടുക്കണം. ചിക്കനിലെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച സവാള നല്ലപോലെ ഒന്ന് പൊടിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം സവാളയെല്ലാം ചിക്കനിൽ പിടിക്കുന്നതിന് വേണ്ടി 2 മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ വെക്കണം.
സ്പൈസിയും ടേസ്റ്റിയുമായ ചിക്കൻ ചുക്ക റെഡിയായി വന്നിട്ടുണ്ട്. അപ്പത്തിൻ്റെ കൂടെയും ചോറിനൊപ്പം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അടുത്ത വീഡിയോയിലൂടെ പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഉപകാരപ്രദം തോന്നിയാൽ ഒന്ന് ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.